ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ് ഡൽഹി പ്രൊട്ടസ്റ്റ്. നീ വേഗം വീട്ടിലേക്കല്ലേ? അഖിലിന്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഇവിടെ അമ്മയും അച്ഛനും ആ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരും ചോദിച്ചു അഖിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ നിന്റെ പ്രശ്നം. ഇവൾക്ക് ഒരു രീതിയിലും മറുപടി പറയുന്നില്ല. കഷ്ടം കഷ്ടം. പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. ഇവള് കേട്ടില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളതായിരുന്നു. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടന്റെ ലൈഫ്. സ്ലോ സ്റ്റഡി മീൻസ് ദ റേസ്. അതാണ് എന്റെ ലൈഫ്. ഒന്ന് ആലോചിക്കണം, 3 കൊല്ലം പ്രേമിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ആ ഒരു മാരേജിൽ തൃപ്തരല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? അവന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തൊലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, തന്തയില്ലായ്മ. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. വിളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ സന്തോഷത്തോടെ കളിച്ച് ഇരിച്ച് ആഹാരം കഴിച്ച് കിടന്ന അവളാണ് ഈ പരിപാടി കാണിച്ചത്. എന്നാലും നിന്റെ കാലുമാറ്റം കുറെ ഭയങ്കരം തന്നെ സുന്ദരി. പിന്നെ ഇവള് പ്രേമിച്ച് ഇറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. 10-39 വയസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ അനുഭവിച്ചോട്ടോ. കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി.